ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സാരി ഡിസൈനാണ്. നമ്മളിതിന് മുന്നേ ഈ ഒരു സാരി ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്നത്തെ നമ്മുടെ സാരി ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാരി ഡിസൈൻ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, UK ചെയ്ത് അയക്കാനാണെന്ന്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ്, ഞാൻ ഫുൾ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ നമുക്ക് ഓരോരോ മെറ്റീരിയൽസ് ആയിട്ട് നോക്കാം. അതായത് നമ്മുടെ ഈ ഒരു ഡിസൈന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരോ മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ബീഡ്സ് ഉണ്ട്, അതായത് വൈറ്റ് ബീഡ്സ് ഉണ്ടല്ലോ അതുണ്ട്, പിന്നെ ഷുഗർ ബീഡ്സ് ഉണ്ട്, പിന്നെ സീക്വൻസ്, ഒരു ഫ്ലവർ മോഡൽ സീക്വൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വൈറ്റ് ബീഡ്സ് നോക്കാം. അപ്പോൾ ഇതാണ്, കണ്ടോ, ഈ ഒരു സൈസിലുള്ള ബീഡ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ഇടത്തരം സൈസാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു സൈസാണ് വരുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു ബീഡ്സ് ആണ് നമുക്ക് വേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ വൈറ്റ് കളറാണ്, വൈറ്റ് കളറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വൈറ്റ് കളർ തന്നെ നമ്മൾ ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു സീക്വൻസ് ആണ്. അതായത് ഇതിപ്പോൾ നമ്മുടെ സീക്വൻസിൻ്റെ തന്നെ ഒരു ഫ്ലവർ മോഡൽ വരുന്ന ഒരു ഷേപ്പാണ് ഇത് വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരു ബ്ലൂ കളറാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ബീഡ്സ് ആണ്, ചുമപ്പ് കളറിലുള്ള ഷുഗർ ബീഡ്സ് ആണ് വേണ്ടത്. ചെറുതായിട്ടൊരു ഗ്ലേസിങ്ങും വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഒരു ഫ്ലവറിൻ്റെ സീക്വൻസിൻ്റെ തന്നെ ഒരു പീച്ച് കളറും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സിൽക്ക് ത്രെഡാണ്. നമ്മൾ ഇതിൽ ത്രെഡ് എടുത്തിരിക്കുന്നത് ത്രെഡ് വർക്ക് ഉണ്ട്. അപ്പോൾ ത്രെഡ് വർക്കിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ആങ്കർ ത്രെഡ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. പക്ഷേ കസ്റ്റമർ പറഞ്ഞത് സിൽക്ക് ത്രെഡ് മതി എന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിൽക്ക് ത്രെഡ് എടുത്തത്. ആങ്കർ ത്രെഡിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് സിൽക്ക് ത്രെഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അതായത് ഇങ്ങനെ കുറച്ച് ഷേപ്പ് നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കതിൽ ഓരോ ഷേപ്പിൽ വീതം നമ്മളിങ്ങനെ കട്ട് ബീഡ്സ് വെച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ബീഡ്സ് ഉണ്ട് കേട്ടോ, സോറി, ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതായിരുന്നു. കട്ട് ബീഡ്സ് ഉണ്ട്, വൈറ്റ് കളറിലുള്ള കട്ട് ബീഡ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ള കട്ട് ബീഡ്സ് കുറച്ച് ഗ്ലേസിങ് ഒക്കെ വരുന്നതാണ്, അതുകൊണ്ട് അടിപൊളിയായിരിക്കും എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. ഞാൻ എടുത്തത് സത്യം പറഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ കളറാണ് കേട്ടോ. അപ്പോഴത്തേക്കും കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് വേണ്ട, അതത്ര ഒരു ഭംഗിയില്ല, വൈറ്റ് കളറ് ഭംഗി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് ചെയ്ത് നോക്കാമെന്ന് അങ്ങനെ നമ്മളൊരു ഫസ്റ്റ് ഒരെണ്ണം ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വൈറ്റ് ഓക്കെ ആണ്. അങ്ങനെയാണ് നമ്മൾ വൈറ്റ് കൺഫേം ആക്കിയത് കേട്ടോ. പിന്നെ നമ്മുടെ നോർമൽ സെയിം ത്രെഡ് വെച്ചിട്ടാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുരുക്കൊക്കെ ഇടയ്ക്ക് വീഴും. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് അഴിച്ചു കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നീഡിൽ നമ്പർ 12 വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ അതായത് നമ്മളിവിടെ ഒരു 7 ലൈൻസ്, അതായത് കുറച്ച് വളച്ചാണ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതുപോലെ കട്ട് ബീഡ്സ് ആണ് വെച്ചെടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ. പിന്നെ ഞാനിവിടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ടാണ് ഈ ഒരു മെറ്റീരിയലിൽ വരച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ട് മെറ്റീരിയലിൽ വരച്ചു കൊടുക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് മായ്ക്കാൻ പറ്റത്തില്ല അല്ലേ. ആഫ്റ്റർ വർക്കിന് ശേഷം, അതായത് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു മാർക്കിങ് നമുക്ക് മായ്ക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് നൈസായിട്ട്, അതായത് തിന്നായിട്ടാണ് കേട്ടോ ഞാൻ വരച്ച് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ കസ്റ്റമറിനൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നൈസായിട്ടാണ് കേട്ടോ വരച്ച് കൊടുത്തിട്ടുള്ളത്. മഞ്ഞ കളറിലുള്ള പെൻസിൽ വെച്ചിട്ടാണ് വരച്ച് കൊടുത്തത് നൈസായിട്ട്.
ഇതിപ്പോൾ ആൾ ഓവർ ഡിസൈൻ പോലെയാണ് വരുന്നത്. നമുക്ക് ആ ഒരു ഡിസൈൻ കാണുന്ന ടൈമിൽ ഭയങ്കര സിമ്പിളാണ്, ഇത് പെട്ടെന്ന് കഴിയുമെന്ന് തോന്നും. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ, കുറച്ചധികം ടൈം എടുക്കും. നമ്മൾ സിൽക്ക് ത്രെഡിലാണ് പ്രത്യേകിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ടൈമിനേക്കാളും കുറച്ചുകൂടെ ടൈം നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും. സിൽക്ക് ത്രെഡ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ചെയ്തു വരുമ്പോൾ കുരുങ്ങാതെ ഒക്കെ നമുക്ക് നോക്കേണ്ടതായിട്ട് വരും സിൽക്ക് ത്രെഡിന്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ കസ്റ്റമർ ഇപ്പോൾ നമുക്ക് ഓർഡർ വരുന്ന ടൈമിൽ ഞാനാണെങ്കിൽ ത്രെഡ് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും സിൽക്ക് ത്രെഡ് ഇങ്ങനെയാണ് വരുന്നത്, കുറച്ചുകൂടെ ഗ്ലേസിങ് ഉണ്ടാവും. അത് ആങ്കർ ത്രെഡ് ആകുമ്പോൾ അത്രയ്ക്കും ഗ്ലേസിങ് ഉണ്ടാവില്ല, പക്ഷേ നല്ല ഭംഗിയായിരിക്കും, കുഴപ്പമൊന്നുമില്ല. സിൽക്ക് ത്രെഡിന് കുറച്ചുകൂടെ പ്രൈസും കൂടുതലായിരിക്കും എന്ന് പറയും. നമുക്ക് ചെയ്യുന്ന ആ ഒരു ടൈമും നമുക്ക് കുറച്ചുകൂടെ എടുക്കുന്നതുകൊണ്ട് നമ്മുടെ വർക്കിൻ്റെ ആ ഒരു പ്രൈസും കൂടുതലായിരിക്കും കേട്ടോ. അതായത് ഡിസൈൻ ചെയ്ത നോർമൽ ആങ്കർ ത്രെഡിൽ ഡിസൈൻ ചെയ്യുന്നതിനേക്കാളും സിൽക്ക് ത്രെഡിൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത് പുറത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എമൗണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമ്മൾ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള റിംഗ് നോട്ട് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ റിംഗ് നോട്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, റിംഗ് നോട്ട് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇനിയിപ്പോൾ എത്ര പ്രാക്ടീസുള്ള ആളെന്ന് പറഞ്ഞാലും സിൽക്ക് ത്രെഡ് വെച്ച് നമ്മൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് ക്ഷമയോടുകൂടി മാത്രമേ നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് പറ്റത്തുള്ളേ. പിന്നെ ഞാനിവിടെ 5 സ്ട്രാൻഡ്സിലാണ് കേട്ടോ ത്രെഡ് എടുത്തിരിക്കുന്നത്. 10 സ്ട്രാൻഡ്സിലാണ് ഇവിടെ നമ്മൾ ത്രെഡ് എടുത്തിരിക്കുന്നത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഈ ഒരു റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇപ്പോൾ ഫസ്റ്റൊക്കെ ചെയ്ത് പഠിക്കുന്ന ടൈമിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ കുരുങ്ങിയൊക്കെ വരും. എന്നിട്ട് എനിക്കിപ്പോൾ കുരുങ്ങിയതുപോലെയൊക്കെ വന്നിട്ട് പിന്നെ അങ്ങ് നേരെ ആയിക്കോളും. പക്ഷേ നിങ്ങളൊക്കെ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുരുങ്ങിയതുപോലെ ആയിരിക്കും വരുന്നത്. പെർഫെക്റ്റായിട്ട് ഒരു സ്റ്റിച്ചും കിട്ടാൻ പോണില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു ഇതനുസരിച്ചിരിക്കും നമുക്ക് ഈ ഒരു സിൽക്ക് ത്രെഡ് വെച്ചിട്ട് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കാണുന്നത് കുറച്ച് ഞാൻ സ്പീഡിൽ ആക്കിയിട്ടതാണ്. ഇത് സംഭവം ഞാൻ പയ്യെയാണ് കേട്ടോ ചെയ്യുന്നത്, പതിയെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ റോസ് കളറും പീച്ച് കളറും വെച്ചിട്ടാണ് ഇവിടെ റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പീച്ച് കളറല്ല, നമ്മളിതിന് മുന്നേ എടുത്ത കളറെന്ന് വെച്ചാൽ റോസ് കളറും മെറൂൺ കളറും ആയിരുന്നു. പക്ഷേ മെറൂൺ അത്ര അങ്ങോട്ട് ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പീച്ച് എടുത്തതാണ്. പീച്ച് നന്നായിട്ട് ഇതിന് ചേരുന്നുണ്ടായിരുന്നു, വൈറ്റും കൂടെ ആയതുകൊണ്ട് എല്ലാ കളറും ചേരുമല്ലോ. പക്ഷേ നമ്മൾ ഒന്ന് എലഗൻ്റായിട്ടൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നൈസായിട്ടുള്ള, അതായത് ലൈറ്റായിട്ടുള്ള കളർ എടുക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. അങ്ങനെയാണ് ഞാൻ പീച്ച് എടുത്തത്. പക്ഷേ പീച്ചും അടിപൊളിയായിരുന്നു കേട്ടോ.
പിന്നെ നമ്മൾ നീല കളറിലുള്ള ത്രെഡ് വെച്ചിട്ട്, അതായത് കുറച്ചൊന്ന് ഡാർക്ക് നീല കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ അവിടെ എവിടെ ആയിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഫ്രഞ്ച് നോട്ടും റിംഗ് നോട്ടും ഒക്കെ നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഏത് എംബ്രോയ്ഡറി ചെയ്യാനും നമുക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ലൈറ്റ് കളർ ത്രെഡ് വെച്ചിട്ട് ആണ് നമ്മൾ വീണ്ടും ഒരു ഫ്രഞ്ച് നോട്ട് കൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ബീഡ്സൊക്കെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സീക്വൻസിൻ്റെ ആ ഒരു ഫ്ലവർ മോഡൽ വരുന്ന ആ ഒരു ബീഡ്സ്, ആ ഒരു സീക്വൻസ് വെച്ചിട്ട് പിന്നെ ആ ഒരു വൈറ്റ് ബീഡ്സ് വെച്ച് കൊടുത്തു. പിന്നെ നമ്മളിങ്ങനെ ചുവപ്പ് കളറിലുള്ള ഷുഗർ ബീഡ്സ് നമ്മൾ ഫസ്റ്റ് മെറ്റീരിയൽസ് എടുത്തപ്പോൾ കാണിച്ചില്ലേ, ആ ഒരു ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൻട്രലായിട്ടൊരു ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുക, ചുറ്റിനും നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് അതൊന്ന് ലോക്ക് ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ തന്നെ മാറ്റി കണ്ടിന്യൂസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതായത് സീക്വൻസ് ഫ്ലവറിൻ്റെ മോഡലിലെ ഷേപ്പില്ലേ, അത് നമ്മൾ 2 കളറാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഒന്ന് നീല, ഒന്ന് പീച്ച്. അപ്പോൾ ആ 2 കളറും നമ്മളിങ്ങനെ മാറ്റി ആ ഒരു സ്പേസ് വന്നിട്ടുള്ള ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് ബീഡ്സ് തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് പോലെ വൈറ്റ് കട്ട് ബീഡ്സ് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കണം. പിന്നെ നമ്മളിവിടെ ചെറിയ കട്ട് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് തോന്നിക്കുന്നത്. അപ്പോൾ ചെറിയ കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ ലുക്കും കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമുക്കിതുപോലെ ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നെടുത്ത് വെച്ച് നോക്കിയതാണ്. എങ്ങനെയുണ്ട്? 1.5 ഇഞ്ച് മാത്രമേ ലെങ്ത്ത് വിട്ടിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇങ്ങനെയാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിച്ചു തന്നത്. ഇതുപോലെയാണ് നമുക്ക് ഡിസൈൻ വരുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി ആയിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് എൻഡിലും പിന്നെ ചെസ്റ്റിൻ്റെ അവിടെ തന്നെ കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ ആ ഒരു വിഡ്ത്തിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് കമൻറ്റ് ചെയ്യുക ഡിയേഴ്സ്. താങ്ക് യു.